എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അശ്വതി അരുൺ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആടിൻ്റെ തലക്കറിയും അതുപോലെ തന്നെ വട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ വട്ടയപ്പം ആടിൻ്റെ തലക്കറിയും നല്ല കോമ്പിനേഷനാണ്. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സീസണിൽ, ഈ ക്രിസ്മസ് സീസണിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആട്ടുന്നല റെസിപ്പി കാണിച്ചു തരാമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആട്ടുന്നല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 6 വിസിൽ അടിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടൊക്കെ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മളതൊന്ന് കറിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആട്ടുന്തലക്കറി നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു പിടി ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഈ കറിയിലേക്ക് സവാളയോ തക്കാളിയോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്നും വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വയറ്റി വെച്ചിരിക്കുന്ന ഒന്നും സൈഡിലേക്ക് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ആ ചൂടിൽ കിടന്ന് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികളോടും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് കാണാം കേട്ടോ. അതിന് മുന്നേ ഞാനിവിടെ പറയാൻ വിട്ട കാര്യം, നമ്മൾ ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചൂടിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോളും. അല്ലെങ്കിൽ ഓവർ ചൂടായിട്ട് നമ്മുടെ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികൾ ആദ്യം ഇട്ടത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടീസ്പൂണല്ല, ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളക് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള പോലെ ഇടാം. നമുക്ക് ഇവിടെ 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി തീ ഓൺ ചെയ്യാണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തീ ഓൺ ചെയ്യാതെ നന്നായിട്ട് ആ ചൂടിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് ഞാനിവിടെ ഒരു വലിയ കയ്യിൽ 3 കയ്യിൽ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പുളി അനുസരിച്ച് നമുക്ക് തൈരിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അധികം പൊടിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക മസാലയൊക്കെ ഒന്ന്. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആട്ടുന്തലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മട്ടൻ വേവിച്ച് വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനാണ് പോണത്. നിങ്ങൾക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ മട്ടൻ വേവിച്ച് വെള്ളം ചേർക്കണ്ട. നമുക്ക് കുറച്ചൊരു കുറുകി വരട്ടിയ രീതിയിലിരിക്കുന്ന വെച്ചാൽ ആ ഒരു തൈരിലെ മിക്സിൽ നമ്മുടെ മട്ടൻ്റെ തല മാത്രം ഇട്ടാൽ മതിയാവും. പക്ഷേ നമ്മളിപ്പോൾ ഒരു കറി രൂപത്തിലെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചാറോട് കൂടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് വട്ടയപ്പം കൂട്ടി കഴിക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചാറൊക്കെ ഒന്ന് വറ്റി നല്ല കുറുകി വരുന്ന സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ചാറ്. അപ്പോൾ നമ്മുടെ അടിപൊളി തലക്കറി റെഡി ആവും കേട്ടോ മട്ടൻ്റെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതിന് നല്ലത് ഒരു ദിവസമൊക്കെ ഇരുന്നിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മട്ടൻ തലക്കറിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി നമ്മൾ തീ വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തലക്കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചട്ടിയിൽ ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അടിയിൽ പിടിക്കാൻ കുറച്ച് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നിന്നോളൂ. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി തലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എടുത്ത് വെച്ചിട്ട് ഒരു ദിവസം
ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിനി പാലപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്, വട്ടയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വട്ടയപ്പം ഞാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് തലേദിവസം. അതിനുശേഷം നമ്മൾ തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല ജീരകം ഇട്ടിട്ട് ഈസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ വട്ടയപ്പം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് നമ്മുടെ ആട്ടുന്തല കറി കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്താണ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുത്തു വയ്ക്കുകയാണെങ്കിലാണ് ഞാൻ ഇനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഫ്രം അശ്വതി. അതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്.